നമസ്കാരം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നിതാ ജയിൽ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ച കാണിക്കുന്ന നാണക്കേടിന്റെ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 57 ദിവസത്തിലേറെയായി റിമാൻഡിൽ കഴിയുന്ന CPM പ്രവർത്തകർക്ക് ചട്ടങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ജയിലിനുള്ളിൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് VS അച്യുതാനന്ദൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ മൗന അനുവാദം നൽകിയിരിക്കുകയാണ്. മുൻ കുന്നുകുഴി കൌൺസിലറും CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ IP ബിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു ജയിലിനുള്ളിലെ 5ഉം 7ഉം ബ്ലോക്കുകളിൽ കഴിയുന്ന റിമാൻഡ് പ്രതികളെ സംഘടിപ്പിച്ച് ഈയൊരു പരിപാടി നടത്തിയത്. കോടതി ജാമ്യം നിഷേധിച്ച് ജയിലിലടച്ച പ്രതികൾക്കാണ് ജയിൽ അധികൃതരുടെ പൂർണ്ണ പിന്തുണയോടെ ഈയൊരു രാജകീയ സൗകര്യങ്ങൾ ലഭിക്കുന്നത്. സാധാരണക്കാരായ ഒരു തടവുകാരന് നിയമപരമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന നാട്ടിലാണ് പാർട്ടി അണികൾക്ക് ജയിൽ വകുപ്പ് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുക്കുന്നത്. ജയിലിനുള്ളിൽ ഒരു വാച്ച് പോയിട്ട് ഒരു തരി കടലാസ് പോലും ഉദ്യോഗസ്ഥർ അറിയാതെ തടവുകാരുടെ കൈകളിൽ എത്താൻ വഴിയില്ല. അപ്പോഴാണ് ജയിലിലെ പ്രതികൾ ചേർന്ന് ഒരു രാഷ്ട്രീയ നേതാവിന്റെ അനുസ്മരണം നടത്തുകയും അതിന് നേതൃത്വം നൽകാൻ ലോക്കൽ നേതാക്കൾക്ക് അനുവാദം ലഭിക്കുകയും ചെയ്യുന്നത്. ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? ജയിൽ വകുപ്പിലെയും പോലീസിലെയും ചില ഉദ്യോഗസ്ഥർ ഭരണമാറ്റം വന്നിട്ടും ഇപ്പോഴും പഴയ യജമാനന്മാരുടെ രാഷ്ട്രീയ അടിമകളായി തുടരുന്നു എന്ന് തന്നെയല്ലേ? സംഭവം വൻ വിവാദമായതോടെ ജയിൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഗുരുതര ചട്ടലംഘനം നടന്നെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പറയുന്നതല്ലാതെ ഏതാനും താഴെത്തട്ടിലുള്ള ജീവനക്കാരെ മാത്രം ബലിയാടാക്കി മുകളിലുള്ള ഓഫീസർമാർ രക്ഷപ്പെടാനാണ് സാധ്യത. നിയമം നടപ്പിലാക്കേണ്ട ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ പ്രതികൾക്ക് വഴിവിട്ട സഹായം ചെയ്യുമ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം ജീർണിച്ചു നിൽക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവാണിത്. കേസിൽ പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടി ED ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചതിനാണ് ഈ 7 പേർ ജയിലിലായത്. കോടതി കേസിന്റെ ഗൂഢാലോചനയിൽ അടിയന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയും പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ റിമാൻഡിൽ കഴിയുന്ന ക്രിമിനൽ കേസ് പ്രതികൾക്ക് ജയിലിനുള്ളിൽ സുഖവാസവും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യവും ഒരുക്കി കൊടുക്കുക വഴി നീതിന്യായ വ്യവസ്ഥയെയും കോടതിയെയും ആഭ്യന്തര വകുപ്പ് പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. തെരുവിൽ അക്രമം അഴിച്ചുവിട്ടവരെ തിരുത്താനും ശിക്ഷ നൽകാനും ഉത്തരവാദിത്തമുള്ള ജയിൽ അധികൃതർ തന്നെ അവർക്ക് പാർട്ടി സ്പെഷ്യൽ പരിഗണന നൽകുന്നത് നിയമവാഴ്ചയോടുള്ള മുഖം തിരിക്കലാണ്. ജയിൽ നിയമങ്ങൾ അനുസരിച്ച് കുറ്റവാളികളെ തിരുത്താനല്ല, മറിച്ച് പാർട്ടിക്കാരായ പ്രതികളെ തൊടാൻ പോലും പേടിയുള്ള ഉദ്യോഗസ്ഥ വൃന്ദമാണ് ആഭ്യന്തര വകുപ്പിന്റെ ശാപം. ഇതിനെതിരെ ശക്തമായ അന്വേഷണവും കുറ്റക്കാരായ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള സസ്പെൻഷൻ അടക്കമുള്ള കർശന നടപടികളും സ്വീകരിച്ചേ മതിയാവും. ഭരണം മാറിക്കഴിഞ്ഞിട്ടും പഴയ രാഷ്ട്രീയ ചായ്വുമായി ക്രിമിനലുകൾക്ക് ഒത്താശ പാടുന്ന പോലീസ് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കണം.